റാഷണൽ റാഷണൽ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ഫോം ഏതായിരിക്കും? ഫോമിൽ അല്ലേ. ഇന്റഗ്രൽ റൂട്ട് പറഞ്ഞാൽ ഇന്റീജർ റൂട്ട് അല്ലേ. റാഷണൽ റൂട്ട് പറയുമ്പോൾ പി ഫോമിലുള്ള റൂട്ടുകൾ കാണാൻ സിമ്പിൾ ആണ്. നമ്മൾ മെത്തേഡൊക്കെ തുടക്കത്തിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റേ ചെയ്യുന്ന പോലെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ലിമിറ്റ് കാണാനൊക്കെ വരട്ടില്ലേ, ലിമിറ്റ് വരില്ലേ അവരുണ്ട്. ഫൈൻ find the rational roots of the equation 6x raised to 4 minus 7x cube plus 8x square minus 7x plus 2 equal to 0. നമുക്ക് റാഷണൽ റൂട്ട് ഉണ്ടാവുമ്പോൾ ഇൻറ്റീജേഴ്സ് കിട്ടിയിട്ട് ഇൻറ്റീജേഴ്സ് എന്നല്ലേ റാഷണൽ, അതായത് കോംപ്ലക്സിന് പിന്നെ അവിടെ റാഷണൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എയും ബിയും റാഷണൽ എ ബൈ ബി ഫോമിൽ വേർ എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് വരില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇക്വേഷൻ ചെയ്യുക. 6x raised to 4 minus 7x cube plus 8x square minus 7x plus 2 equal to 0, equation number 1. ഇനി ഇവിടെ a0 ആരാ? a0 6 അല്ലേ. ഇതിനെ ഞാൻ k എന്ന് വിളിച്ചു. k ആയിട്ട് നമ്മൾ എപ്പോഴും അധിക കേസിലും a0 ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അത് ഇതിലാ മെത്തേഡ് പറയുന്നുണ്ട്. Sometimes the work can be simplified by making the substitution x equal to y by k and choosing k as the smallest integer such that all the coefficients of the choice k equal to a0 is always positive. Okay, അവിടെ പറയുന്ന k ആയിട്ട് a0 ചൂസ് ചെയ്യാനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? put x equal to y by k. x നെ ഞാൻ എന്ത് ചെയ്യണം? y by k എന്ന് കൊടുക്കണം. k ക്ക് 6 എന്ന് കൊടുക്കണം. അപ്പോൾ ഈ x എന്തായി മാറി? y by 6 ആയോ? അല്ലേ. ഇനി ഈ x ലുള്ള ഇക്വേഷനെ നമ്മൾ y ലുള്ള ഇക്വേഷൻ ആക്കി മാറ്റാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ 1 ഇംപ്ലൈസ് ഇതൊരു 6 into y by 6 whole raised to 4 minus 7 into y by 6 whole cube plus 8 into y by 6 whole square minus 7 into y by 6 plus 2 equal to 0. ഇത് എഴുതാം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 raised to 4 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു 6 കട്ട് ചെയ്താൽ y raised to 4 by 6 cube എഴുതി കൂടെ. മൈനസ് 7 into y cube by 6 cube plus 8 into y square by 6 square minus 7 into y by 6 plus 2 equal to 0. ഇനി നമ്മൾ ഈ കോഎഫിഷ്യന്റ് 1 ആക്കണം ഇയാളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഏറ്റവും ഹൈസ്റ്റ് പവറിൽ ഇയാളുടെ താഴെയുള്ള ആളെടുത്ത് കോമൺ ഡിനോമിനേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ എന്താണ് 6 ക്യൂബ് അല്ലേ. 6 ക്യൂബ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായി മാറും? ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആയി മാറും അല്ലേ. അപ്പോൾ y raised to 4 minus 7y cube plus 8 into 6 വരൂല്ലേ അല്ലേ. നമ്മൾ 6 ക്യൂബ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 6 ക്യൂബിൽ 6 സ്ക്വയറും 6 സ്ക്വയർ ക്യാൻസൽ ഇവിടെ 6 ബാക്കി ഉണ്ടാവും. അപ്പോൾ 8 into 6 വാല്യൂ എത്രയാണ്? 48 y square minus 6 ക്യൂബോട് ചെയ്യുമ്പോൾ ഒരു 6ഉം ഒരു 6ഉം പോകും. 6 സ്ക്വയർ into 7 വരും. 6 സ്ക്വയർ into 7 2 ചെയ്യുമ്പോൾ എത്രയാണ്? y plus 2 into 6 ക്യൂബ്. 6 ക്യൂബ് എത്ര? എന്താ മിസ്സേ? എന്താ 6 ക്യൂബ് എത്രടാ? ഇത് മൊത്തം ചെയ്യുമ്പോൾ 432. 2 into 6 ക്യൂബ് ചെയ്യുമ്പോൾ 6 ക്യൂബോട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തു. ഇത്ര ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ എടുത്ത് എഴുതി. a0
ആണ്. ആ എനോട് ഞാൻ കെ എന്ന് വിളിച്ചു. എക്സിന് പകരം y ബൈ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കെക്ക് പകരം കെന്റെ വാല്യൂ 6 കൊടുത്തു. എന്നിട്ട് ആ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് എന്തായി മാറി? ഇങ്ങനെയായി മാറി. ഇതിന് നമ്മൾ എന്താണ് കോമൺ ഡിനോമിനേറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 ആക്കാൻ. അപ്പോൾ y raised to 4 minus 7y3 plus 48y2 minus 252y plus 432 equal to 0 എന്ന് കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ 2. അപ്പോൾ ഇത് ആരാ ഏത് ഫോമിലായത്? f of y equal to 0 എന്നായോ അല്ലേ? വൈയിലല്ലേ ഇക്വേഷൻ? എക്സിലുണ്ടായ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വൈയിലാക്കി മാറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ f of y equal to 0ന്റെ ഇന്റഗ്രൽ റൂട്ട് കാണാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ മെത്തേഡുകൾ വെച്ച് ആ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആദ്യം ലിമിറ്റ് കാണണം. ഓക്കെ അല്ല, ആദ്യം നമ്മുടെ ഡിവൈസ് ഏതിന്റെ ഡിവൈസസിനെ ലിസ്റ്റ് ചെയ്യാം. ഇവിടെ 432ന്റെ ഡിവൈസസ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് കാണണം. ഈ ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്ന ഡിവൈസസിനെ മാത്രം എടുക്കുക, സോൾവ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഓരോരുത്തരെ ചെക്ക് ചെയ്യണം അല്ലേ? ചെക്ക് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരെയാണെന്നുണ്ടെങ്കിൽ അയാൾ മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യുക. എന്നിട്ട് അയാൾ നമ്മൾ റൂട്ടാന്ന് പറയാം. അല്ലാത്ത ആൾക്കാർ ഡി ഐ മൈനസ് ടി വെച്ചിട്ട് റൂട്ടീൻ ഡിവൈഡ് ചെയ്യുന്ന വെച്ചിട്ട് ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് പോകും അല്ലേ? ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് എന്താണ് ഇൻഡിജർ റൂട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് എന്തായാലും ഡിഗ്രി ഇങ്ങനെ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ഒരു ക്വാഡ്രാറ്റിക് ആയി മാറും. നമുക്ക് അതിന് സോൾവ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് റൂട്ടുകൾ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഇൻഡിജർ റൂട്ട് മാറ്റിയിരിക്കും. ഇൻറ്റഗ്രൽ റൂട്ട് ഇല്ലേ? അത് നമ്മൾ ഇൻറ്റഗ്രൽ റൂട്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ്റെ ഇൻറ്റഗ്രൽ റൂട്ട് കാണുന്നു. അതെങ്ങനെ ചെയ്യണം? ഇൻറ്റഗ്രൽ റൂട്ട് കാണേണ്ടത് വേണ്ടല്ലോ. നമ്മൾ ഒരുപാട് ചെയ്തതാണ്, ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കോ, നോട്ട് നോക്കിക്കോ. We want to find the integral root of the equation f of y equal to 0. First we find the limit of the root of equation 2. അപ്പോൾ നമ്മൾ ആദ്യം റിയൽ കോഎഫിഷ്യന്റ് ആണോ നോക്കി. ലീഡിംഗ് കോഎഫിഷ്യന്റ് എന്നോട് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ f1നെ പോസിറ്റീവ് ആക്കണം അല്ലേ? അങ്ങനെയുള്ള സീനെ ചൂസ് ചെയ്യണം. f1 അവിടെ കിട്ടുക y മൈനസ് 7 അല്ലേ? അപ്പോൾ C7 ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് എല്ലാവരും പോസിറ്റീവ് ആണെന്ന് കിട്ടും. അപ്പോൾ 7 ആണ് അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട് കാണണം അല്ലേ? അപ്പോൾ നമ്മൾ y = -y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടെ x = -y എന്ന് കൊടുത്താൽ കാരണം നമ്മൾ ഇക്വേഷൻ y-യിലാണ്, അതുകൊണ്ടാണ് ഓക്കെ y = -y എന്ന് കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതിൻ്റെ ലീഡിങ് ഓക്കെ അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ ഇക്വേഷൻ 3 കിട്ടും. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് റൂട്ട് അതിൻ്റെ കാണും. അതിൻ്റെ നെഗറ്റീവ് കിട്ടുന്ന ആ സി എന്താണ്? അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ നമുക്ക് എന്താ കിട്ടും? ലോവർ ലിമിറ്റ് ഓഫ് ഇക്വേഷൻ 2 കിട്ടും അല്ലേ? അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് വരുന്നത് -1 അല്ലേ? -1ൻ്റെ 7ൻ്റെ ഉള്ളിലാണ് നമ്മളെ ഡിവൈസസ് വരേണ്ടത്. അപ്പോൾ 432നെ നമ്മൾ 2⁴ × 3³ എന്നാക്കി മാറ്റി. അപ്പോൾ അവിടെ വരുന്ന ഇതിൻ്റെ ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഡിവൈസസ് ആയിരിക്കാം 1 2 3 4 6 അല്ലേ? അത്രേ വരുള്ളൂ. കാരണം -1 2 എന്നാണ്. അപ്പം -1 ഇതിലുണ്ടാവില്ല, റൂട്ടല്ല. അപ്പോൾ നമ്മൾ ഇനി ഓരോരുത്തരും ചെക്ക് ചെയ്യാം. 1 ചെക്ക് ചെയ്തു. 1 ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 222 കിട്ടി. അപ്പോൾ അത് 1 അടുത്ത റൂട്ടല്ല. ഈ di8 - d കണ്ടു. di-d 222നെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കി. അപ്പോൾ അവിടെ 6 മാത്രമല്ല, 6 ഡിവൈഡ് ചെയ്യില്ല അല്ലേ? 6 എലിമിനേറ്റ് ചെയ്യും. 6 - 1 = 5. 5 does not divide 222. അപ്പോൾ 6 നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ 6 എന്താണ്? റൂട്ട് അല്ലാതെ കിട്ടും. ഇനി നമ്മൾ ചെക്ക് ചെയ്യും. 2നെ ചെക്ക് ചെയ്യും. 2നെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും f(2) എന്താണ്? ≠ 0 എന്ന് കിട്ടും. അപ്പോൾ അത് റൂട്ടല്ല. അപ്പോൾ നമ്മൾ di-d വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ 3നെയും 4നെയാണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. അത് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നല്ല എലിമിനേഷൻ ഇല്ല. 3നെ ചെക്ക് ചെയ്യുക. അടുത്ത് അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ≠ ആണ് കിട്ടുന്നത്. അപ്പോൾ സിമ്പിൾ റൂട്ടാണ് കിട്ടും. അപ്പോൾ നമുക്കൊരു ഡിപ്രസ്ഡ് ഇക്വേഷൻ കിട്ടുമല്ലോ. y നമ്മൾ ആരെ കിട്ടും? 4 ഡിഗ്രി ഉണ്ടായിരുന്നത് ക്യൂബായി മാറും. y³ - 4y² + 36y - 144 ആയി മാറി. അപ്പോൾ f of y അറിയുമ്പോൾ y - 3 × f1 of y. നമ്മൾ 4നെ കൂടി ചെക്ക് ചെയ്യുക. 4 ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? രണ്ടാമത് വരുമ്പോൾ ≠ 0 അല്ല. അപ്പോൾ 4 എന്താണ്? സിമ്പിൾ റൂട്ടാണ്. അപ്പോൾ 3ഉം 4ഉം റൂട്ടാണ് കിട്ടി. അപ്പോൾ ഒന്നും കൂടി ഡിഗ്രി കുറഞ്ഞു, ക്വാഡ്രാറ്റിക് ആയി മാറും. അപ്പോൾ y - 3 × y - 4 × f2 of y, അതായത് y² + 36 അല്ലേ? ഈ y² + 36നെ
നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് 6 ആയി കിട്ടി. അപ്പോൾ റൂട്ട്സ് മൊത്തം ഇത് കിട്ടി 3, 4 പ്ലസ് 6 ആയി മൈനസ് 6 ആയി കിട്ടി. 4 റൂട്ട് കിട്ടി അല്ലേ. ഇതിൽ നമ്മൾ ഇന്റഗ്രൽ റൂട്ട് ആരൊക്കെയാ 3ഉം 4ഉം അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഇന്റഗ്രൽ റൂട്ട് നമുക്ക് കിട്ടി 3, 4. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എഫ് ഓഫ് ഐൻ്റെതാണ് കിട്ടിയത്. നമ്മൾ അതിൻ്റെ അല്ലേ ചെയ്തിട്ട് ഈസ് എന്താണ് 3, 4. ഇനി നമുക്ക് എന്താ കാണണ്ടേ therefore the rational root of f of x equal to 0. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇതിന്റെ റാഷണൽ റൂട്ടുകളാണ് കാണേണ്ടത്. the rational roots of f of x equal to 0, we have the substitution x equal to y by k. നമ്മളിവിടെ കിട്ടില്ലേ അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇത് കിട്ടും y by 6. അപ്പോൾ നമുക്ക് എക്സ് അതായത് നമുക്കിപ്പോൾ വൈകൾ ആരൊക്കെ കിട്ടിയേ 3ഉം 4ഉം ആയിട്ട് കിട്ടിയേ അല്ലേ. f of y equal to 0 എന്നുള്ള നമ്മുടെ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വൈകൾ ആരൊക്കെ കിട്ടി 3ഉം 4ഉം കിട്ടിയത്. അപ്പോൾ ആ 3ഉം 4ഉം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 3 by 6 പിന്നെ 4 by 6. അപ്പോൾ എന്താണ് 1 by 2, 2 by 3 കേട്ടോ. റാഷണൽ റൂട്ട് ആയില്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിനെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എ നോട്ടിനെ ചൂസ് ചെയ്യുക, ഐ നോട്ടിനെ കെ ആയിട്ട് ചൂസ് ചെയ്യുക, എക്സിന് വൈ ബൈ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയിലാക്കി മാറ്റി എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 ആക്കിയിട്ട് ഇതിൻ്റെ ഇന്റഗ്രൽ റൂട്ട് കാണുക. അപ്പോൾ ഇന്റഗ്രൽ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സ് ഈക്വൽ ടു വൈ ബൈ കെ വൈ ബൈ 6. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ 1 by 2ഉം 2 by 3ഉം ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ റാഷണൽ റൂട്ട്സ്. അപ്പോൾ മിസ് 3, 4 6 ആയി മൈനസ് 6 ആയി അതതിൻ്റെ റൂട്ടല്ലേ. 3 നമ്മുടെ ഫസ്റ്റ് പ്ലസ് 6 ആയി മൈനസ് 6 ആയി 4 റൂട്ട് 4 ആണ് കിട്ടി. അപ്പോൾ പിന്നെ ഈ റാഷണൽ റൂട്ട് വരുമ്പോൾ അതും ഒരു റൂട്ടായിരുന്നു. ഈ 4 റൂട്ട് ആർക്കാണ് കിട്ടിയത് ഇപ്പോൾ അതായത് നോക്കട്ടോ 3ഉം 4ഉം പ്ലസ് 6 ആയും മൈനസ് 6 ആയും എഫ് ഓഫ് വൈ ഈക്വൽ ടു 0ന്റെ റൂട്ടാണ് കിട്ടി അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ന്റെ റൂട്ടുകൾ ആരൊക്കെയാണ് 1 by 2ഉം 2 by 3ഉം പിന്നെ പ്ലസ് 6 ആയും മൈനസ് 6 ആയും അല്ല. അതായിരിക്കും എന്ന് അറിയില്ല കേട്ടോ. അല്ല അതായിരിക്കും എന്നറിയില്ല. നമ്മൾ അങ്ങനെ മാറിപ്പോകുമോ ചിലപ്പോൾ. എഫ് ഓഫ് വൈയും എഫ് ഓഫ് എക്സും ഈക്വൽ അല്ലേ. വൈൻ്റെ പകരം എക്സ് കൊടുക്കുക അത്രയേ ഉള്ളൂ. അല്ല മാറിയില്ലേ മൊത്തം മാറിയില്ലേ ഇക്വേഷൻ തന്നെ മാറിയില്ലേ ഒക്കെ മാറിയില്ലേ കോഎഫിഷ്യന്റ് വെല്ലും മാറിയില്ലേ അല്ലേ. നമുക്കിപ്പോൾ റാഷണൽ റൂട്ട് ആരാന്നുള്ളതിനുള്ള ഓപ്ഷനേ ഉള്ളൂ. പിന്നെ അത് തന്നെയാണോ എന്നുള്ളത് അറിയില്ല, ചെയ്ത് നോക്കേണ്ടി വരും. കോംപ്ലക്സ് വരുന്നത് അത് തന്നെയാണോ എന്നുള്ളത്. മാറൂലേ കാരണം എന്തായാലും ഡിഫറൻസ് ഇക്വേഷൻ. ഇനി ഇതിനെ നമ്മൾ ആ അതിലിട്ടിട്ട് തന്നെ ഇന്റഗ്രൽ റൂട്ട് കണ്ടുനോക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ റൂട്ട് കണ്ടുനോക്കുക നമുക്ക് കാണാൻ അറിയാലോ. നമ്മളിപ്പോൾ റാഷണൽ റൂട്ട് കാണാനാണ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തത്. ഈ ഈക്വേഷൻ്റെ ഇന്റഗ്രൽ റൂട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് 4 റൂട്ടുകൾ ചെക്ക് ചെയ്ത് വെക്കുക. ആ 4 റൂട്ട് ഈ 4 റൂട്ട് ഈക്വൽ ആണോ എന്ന് നോക്കി വെക്കുക. അത് ചെയ്ത് നോക്കൂലേ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ചെയ്തതിപ്പോൾ ഇതിൻ്റെ റാഷണൽ റൂട്ട് കാണാനെന്ന് പറഞ്ഞാൽ എന്താണ് വൈക്ക് മാറ്റം അതിൻ്റെ ഇന്റഗ്രൽ റൂട്ട് കണ്ടുപിടിക്കുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിൻ്റെ റാഷണൽ റൂട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ന്റെ റാഷണൽ റൂട്ട് കണ്ടുപിടിക്കുക. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ഒരു 6ന്റെ ബൈ ഡിഫറൻസ് തന്നെ നമ്മൾ റൂട്ടിന് സംഭവിച്ചിട്ടുള്ളൂ അല്ലേ. അവസാനത്ത്
അതൊരു നല്ല വാല്യൂസ്. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇതിന്റെ റൂട്ട് 3 ഉം 4 ഇതും y6 ചെയ്ത ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ റൂട്ടുകൾക്ക് സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ ചെയ്താൽ പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് അറിയാറില്ല. 6 പറഞ്ഞാൽ ഫസ്റ്റ് a നോട്ട് അല്ലേ. അപ്പൊ ഇന്റഗ്രൽ റൂട്ട് വെച്ച് നമ്മൾ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 3 ഒരു റാഷണൽ നമ്പർ ആണോ? 3 3/1 ഈ നോട്ട് നോട്ട് വന്നിട്ട് സിമ്പിൾ അല്ലേ? പ്രശ്നമില്ലല്ലോ, ചെയ്യാൻ പറയേണ്ടതല്ലേ ഉള്ളൂ. പക്ഷേ റാഷണലി കുറച്ചല്ലേ ഉള്ളൂ. ആ ഒരു 6/6 കൊടുക്കാനല്ലേ ഉള്ളൂ. റൂട്ട് നല്ല പണി. അപ്പൊ ഈ എന്താണ് അതിന്റെ ഇടയിലൊക്കെ വരുന്നത് അറിയാം, ലിമിറ്റ് കാണാനാണ് പ്രശ്നം വരുന്നത് അല്ലേ? അതല്ലേ കുറച്ചധികം, അതുകൂടി ഉണ്ടായിട്ടാണ് ഇത്രയും പ്രശ്നം. സമയമാണ് അത്രേ ഉള്ളൂ. ഒരു ചെറിയ 4 5 ഒക്കെ 6 കമ്പിളല്ലേ. പിന്നെ ആ കോൺസ്റ്റന്റ് ടേം ചെറുതാവണം, അപ്പൊ കുഴപ്പമില്ല. അതായത് ഡിവൈസസിന്റെ എണ്ണം കുറയണം. ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരാണ് കുറയുന്നത് അല്ലേ? ആ ഡിവൈസസിന്റെ എണ്ണം കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കിട്ടിയാൽ ഒരു 3 4 വന്നാലും പ്രശ്നമില്ലാതെ ചെയ്യാം. അപ്പൊ ഈ പ്രോബ്ലം ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് find the rational roots. റിയാസേ of the equation ഇത് ചെയ്യാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടോ? 25x raised to 4 minus 70x cube minus 126x square plus 414x minus 243 equal to 0. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന a നോട്ട് 5 ആണ്. അതിന്റെ ആൻസർ പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കട്ടായി പോകാം. x raised to 4 minus 70x cube minus 126x square plus 414x minus 273 equal to 0. 443 ആ മെത്തേഡ് ഉണ്ട്. അതായത് റാഷണൽ ഫസ്റ്റ് പേജ് എടുക്കുന്നത് 12ാമത്തെ നോട്ടിന്റെ അതിൽ 3ാമത്തെ റിമാർക്ക് കണ്ടോ? അതിന്റെ അപ്പുറത്തെ പേജ് മതി. അതിൽ ഒന്നുകൂടി പറയും. ഇത് ചോയ്സ് k equal to a naught is always positive
കെ ഫുൾഫിൽസ് ദ റിക്വയർമെന്റ്സ്. നമ്മൾ എന്താണ് ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനേക്കാൾ ചെറിയ വാല്യൂ ചൂസ് ചെയ്യും. നമുക്ക് വലുത് കൊടുത്തു നോക്കാം, ആദ്യം 25 കൊടുത്തു നോക്കാം, എന്താ സംഭവിക്കണം നോക്കാം. അപ്പോൾ അവിടെ പറ്റാത്ത നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ മെത്തേഡിൽ ഉണ്ടത് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ എഫ് ഓഫ് ഐ ഈക്വൽ ടു 0ൻ്റെ ഇൻ്റഗ്രൽ റൂട്ട് കാണും. പിന്നെ എഫ് ഓഫ് ഐ എക്സ് ഈക്വൽ ടു 0ൻ്റെ റാഷണൽ റൂട്ട് കാണാം. റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എഴുതിയത് മെത്തേഡിലുള്ളതാട്ടോ. അത് ഞാൻ ടെക്സ്റ്റ് കുറേ കഥ ഉള്ളതുകൊണ്ടാണ് ഞാനവിടെ മനസ്സിലോട്ട് എഴുതിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഷോർട്ട് ടെക്സ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ തോന്നട്ടോ. നമുക്ക് 25 എടുത്ത് നോക്കാം. എന്താ മാറ്റം വരുന്നത് നോക്കാം. എ നോട്ട് എ ഈക്വൽ ടു 25 കൊടുത്തു നോക്കാം. ഇതൊക്കെ ഇതിനോട് ഇതല്ലേ y ബൈ കെ, അത് y ബൈ 25 എന്ത് വരും? 25 ഇൻറ്റു y ബൈ 25 റേസ് ടു 4. വലിയ വാല്യൂ വരുന്നോണ്ടാണ് 25ൻ്റെ 4th പവറൊക്കെ വരുന്നോണ്ടായിരിക്കും മേ ബി. കാരണം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ടേം ഒക്കെ എന്തായി മാറി 25 റേസ് ടു 4 കൊണ്ടല്ലേ പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ക്യൂബ് കൊണ്ടല്ലേ. 25ന് ക്യൂബ് കൊണ്ടാണ് പിന്നെ നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആണോ അല്ലേ? തിരിച്ച് ലീഡിങ് കോഎഫിഷ്യന്റ് 1 ആക്കാനേ ഈ സ്റ്റെപ്പിൽ ഓക്കെ കുഴപ്പമില്ല. എന്ത് ചെയ്തു? -70 y ബൈ 25 റേസ് ടു 2 -126 y ബൈ 25 ഹോൾ സ്ക്വയർ പ്ലസ് 414 y ബൈ 25 -243 ഈക്വൽ ടു 0. ഇനി ഞാൻ എന്ത് ചെയ്യണേ, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ y ബൈ 25 ക്യൂബ് വരും അല്ലേ? ഇങ്ങനെയല്ലേ കോഎഫിഷ്യന്റ് വരിക. ഇനി ആ 25 ക്യൂബ് കൊണ്ട് ടോട്ടൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇയാൾ എന്തായി മാറി? 243 ഇൻറ്റു 25 ഹോൾ ക്യൂബ് വലിയൊരു നമ്പറായി മാറി. പക്ഷെ നമ്മൾ ഇവിടെ പ്രശ്നമല്ല, ഇനി നമ്മൾ ലിമിറ്റാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇയാൾ ഡിവൈസസ് മൊത്തം ലിസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ ആ ലിമിറ്റ് കാണണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വരും, വലിയ നമ്പറായി വരും. അതുകൊണ്ടാണ് നമ്മളവിടെ ചില സമയത്ത് അതിനേക്കാൾ ചെറിയ നമ്പർ ചൂസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ 6 കൊടുത്ത് 5 കൊടുത്താൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് നോക്കാം. പിന്നെ 5 തന്നെ ചൂസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ? നോക്കട്ടെ, കൊടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാൻ. കൊടുത്തോ കേട്ടോ.